ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് പി എസ് മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6ാമത്തെ ദിവസത്തെ ടോപ്പിക്സാണ് തരുന്നത്. അത് ട്രാൻസിസ്റ്റേഴ്സ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ടോപ്പിക്സ് തരുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേറൊരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് ഇലക്ട്രോണിക്സിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും കയറി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് മറക്കരുത്. 2-ാം തീയതിയാണ് പരീക്ഷ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജായിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊഫൈൽ കേട്ടൊന്ന് ചെക്ക് ചെയ്യുക. സാധാരണ എക്സാമിന് 15 ദിവസം മുമ്പ് അത് വരേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് മെസ്സേജായിട്ട് എല്ലാവർക്കും വരണമെന്നില്ല. ചിലർക്ക് വരാറുണ്ട്, ചിലർക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഡിലേ ആവാറുണ്ട്. ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് മെസ്സേജ് വരാം. പക്ഷേ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് നോക്കി നിൽക്കരുത്, പ്രൊഫൈൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്സിലേക്ക് പോവാം. കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഓഫ് എ പി എൻ പി ആൻഡ് എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ പർപ്പസ് ഓഫ് എമിറ്റർ ബേസ് ആൻഡ് കളക്ടർ ടെർമിനൽസ്. നമുക്കറിയാം ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 3 ലെയേഴ്സാണ് ഉണ്ടാവുക. ഒന്നുകിൽ 2 പി ടൈപ്പിന് ഇടയിൽ എൻ ടൈപ്പ് സാൻഡ്വിച്ച് ചെയ്ത പോലെ, അല്ലെങ്കിൽ 2 എൻ ടൈപ്പിന് ഇടയിൽ ഒരു പി ടൈപ്പ് ലെയർ സാൻഡ്വിച്ച് ചെയ്ത പോലെയാണ് ഉണ്ടാവുക. ഇതിൽ ഓരോ ലെയറിനും എമിറ്റർ, ബേസ്, കളക്ടർ പറഞ്ഞിട്ട് 3 സെക്ഷനാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പർപ്പസ്, അതിൻ്റെ തിക്നെസ് എങ്ങനെയാണ്, ഡോപ്പിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. അതുപോലെ അതിൽ കൂടെയുള്ള കറണ്ടിൻ്റെയും, എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻസ് അല്ലേ, അതൊക്കെ നോക്കുക കേട്ടോ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് വെച്ചിട്ടായിരിക്കും പിന്നെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, അത് ഓരോ കോൺഫിഗറേഷനിലും ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് ITI ലെവലിൽ അത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൽഫയും ബീറ്റയും തമ്മിലുള്ള കണക്ഷൻ, ആൽഫ എന്ന് പറയുന്നത് ഏതൊക്കെ കറണ്ടുകളുടെ റേഷ്യോ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക കേട്ടോ. അതുപോലെ ബയാസിങ് ഓഫ് ട്രാൻസിസ്റ്റർ എന്തിനാണ് ബയാസ് ചെയ്യുന്നത്, ആ ബയാസിങ് മെത്തേഡ്സ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ട്രാൻസിസ്റ്റർ അപ്ലിക്കേഷൻസ് ആസ് എ സ്വിച്ച് ആൻഡ് ആംപ്ലിഫയർ, അത് രണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെയാണ്. ട്രാൻസിസ്റ്റർ അപ്ലിക്കേഷൻസ് പറഞ്ഞിട്ട് എ തരാം സ്വിച്ച്, ബി തരാം ആംപ്ലിഫയർ, സി തരാം ബോത്ത് എ ആൻഡ് ബി, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അതൊന്ന് പ്രതീക്ഷിക്കാം. ട്രാൻസിസ്റ്റർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കി വയ്ക്കുക. പ്രത്യേകിച്ചിട്ട് അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ നോക്കി വയ്ക്കുക. പിന്നെ ആംപ്ലിഫയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, അതുപോലെ കപ്ലിംഗ് ഒന്ന് നോക്കി വയ്ക്കുക. നമ്മൾ ഡയറക്റ്റ് കപ്ലിംഗ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ജസ്റ്റ് ഒന്ന് ആ ഒരു ടേംസ് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. അതുപോലെ വോൾട്ടേജ് ഗെയിൻ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഡെസിബെല്ലായിരിക്കും 20 log എന്നൊക്കെയുള്ള ഇക്വേഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഫീഡ്ബാക്ക് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്. അതിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് പൊതുവെ ഓസിലേറ്റേഴ്സിനാണ് യൂസ് ചെയ്യുക. നമ്മൾ ആംപ്ലിഫയേഴ്സിലൊക്കെ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് യൂസ് ചെയ്യുക. ഈ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കി വയ്ക്കുക. ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ പിന്നെയും കുറേ ടൈപ്പ് ഉണ്ട്. ഷണ്ട് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റിലേഷൻസും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അത് ഓരോന്ന് എന്തിനാണ് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൾട്ടി വൈബ്രേറ്റേഴ്സ്, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള മൾട്ടി വൈബ്രേറ്റേഴ്സ്, അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ. അസ്റ്റേബിൾ പറയുമ്പോൾ അവിടെ സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഉണ്ടാവില്ല. ബൈസ്റ്റേബിൾ പറയുമ്പോൾ 2 സ്റ്റേറ്റ് ഉണ്ടാവും, 2 സ്റ്റേറ്റും സ്റ്റേബിൾ ആയിരിക്കും. മോണോസ്റ്റേബിൾ പറയുമ്പോൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റും മറ്റേത് ക്വസി സ്റ്റേബിൾ സ്റ്റേറ്റും ആയിരിക്കും. അസ്റ്റേബിളിൽ അങ്ങനെയാണെങ്കിൽ അൺസ്റ്റേബിൾ സ്റ്റേറ്റിന് 2 ക്വസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടെന്നുള്ളത് പറയാം. മൾട്ടി വൈബ്രേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുക, ഈ ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുക, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ മറ്റേ ഡ്യൂട്ടി സൈക്കിൾ ഉണ്ടല്ലോ, അപ്പോൾ ആ ഡ്യൂട്ടി സൈക്കിൾ നോക്കാൻ ഇക്വേഷൻസ് ഒക്കെ ഉള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആ സ്റ്റേബിളിൽ ഈ 3 അപ്പോൾ ഇത്രയും സെക്ഷൻ നമ്മൾ ട്രാൻസിസ്റ്ററിൽ നോക്കുന്നുണ്ട്. പറയാനാകെ 2-3 ലൈനേ ഉള്ളൂ, പക്ഷേ നമുക്ക് പഠിക്കാനായിട്ടല്ല ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ITI ലെവലായതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തിൽ പോകേണ്ട കാര്യമില്ല. സർഫസ് ലെവലിലൊന്ന് ഒരു ധാരണ നമുക്ക് ഉണ്ടായാൽ മതി. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ നമ്മൾ 555 ടൈമർ ICയും അതുപോലെ തന്നെ 741 ഓപ്പ് ആമ്പ് ICയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ 555 ടൈമർ IC എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ, ബ്ലോക്ക് ഡയഗ്രം, ഡിസ്ക്രിപ്ഷനും അല്ല ഓരോരോ പിന്നൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അതായിരിക്കും ഇവിടെ ചോദിക്കാനുള്ളൊരു ചാൻസ് ഉള്ളത്. പിന്നെ 555 ടൈമറിനെ തന്നെ നമ്മൾ മോണോസ്റ്റേബിളായിട്ടും അതുപോലെ അസ്റ്റേബിളായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഇക്വേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. ഫ്രീക്വൻസി ഡിവൈഡറായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നൊക്കെയുള്ള ചോദ്യം മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. മോണോസ്റ്റേബിളാണ്.
അതുപോലെ അസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ വേവ് ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലേ 50% ഡ്യൂട്ടി സൈക്കിൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അസ്റ്റേബിൾ എന്തായിട്ട് കിട്ടും, നമുക്ക് സ്ക്വയർ വേവ് നമുക്ക് തരും. മോണോസ്റ്റേബിൾ പൊതുവേ റെക്റ്റാങ്കുലർ ഷേപ്പാണ് നമുക്ക് തരിക, അതായത് അൺഈക്വൽ ആയിട്ടായിരിക്കും അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ വരിക. സ്റ്റേറ്റുകൾ ഒന്ന് എടുക്കുമ്പോൾ ഒരു വേവ് ഫോം എടുക്കുന്ന സമയത്ത് ഒന്ന് ഡ്യൂറേഷൻ കുറവ്, മറ്റേ ഡ്യൂറേഷൻ കൂടുതലാണ്. പക്ഷേ അതിനെ നമ്മൾക്ക് 50% ആക്കി മാറ്റാൻ എന്തുകൊണ്ട് പറ്റും, ഈ പറയുന്ന അസ്റ്റേബിൾ കൊണ്ട് നമ്മൾക്ക് സാധിക്കും. ആ കാര്യങ്ങളൊന്ന് അതിൽ ശ്രദ്ധിച്ച് വയ്ക്കുക. പിന്നെ 741 ICയുടെയും നമ്മൾ പിൻ ഡയഗ്രം ഒന്ന് നോക്കി വയ്ക്കുക. ഈ 741 ICയുടെ ഇൻവേർട്ടിങ് ആൻഡ് നോൺ ഇൻവേർട്ടിങ് ആംപ്ലിഫയർ അതിൻ്റെ ഒരു ഗെയിൻ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇൻവേർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ -R2/R1 ഇൻറ്റു ഒറിജിനൽ വോൾട്ടേജ് ഗെയിനാണ്. നോൺ ഇൻവേർട്ടിങ് ആണെങ്കിൽ 1+R2/R1 അല്ലെങ്കിൽ RF/R1 അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് അതിൽ ആ ഒരു ഇക്വേഷൻ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇൻവേർട്ടിങ് എന്തുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻവേർട്ടിങ് ടെർമിനലായതുകൊണ്ടാണ്. അല്ല ഓരോ ടെർമിനൽസും എന്തൊക്കെയാണെന്നുള്ള ആ ICയിൽ ഓരോ ടെർമിനൽസും എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. കുറച്ച് അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഇനി ഇലക്ട്രോണിക്സ് സെക്ഷൻസ് ആണ്. ഇനി വരുന്ന ഏരിയാസൊക്കെ നമ്മുടെ സ്വന്തം സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെ നമ്മുടെ കോറായിരിക്കും ഇനിയൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡെപ്തിലേക്ക് നോക്കണം. ഞാൻ പറഞ്ഞു സർഫസ് ലെവലിൽ നോക്കിയാൽ മതി. എന്നിരുന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് അറിയുന്ന രീതിയിൽ നോക്കണം. അതുപോലെ മൊത്തമായിട്ട് ഇങ്ങനെ സർഫസ് ലെവലിൽ വായിച്ചിട്ട് പോകാനല്ല. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഫീഡ്ബാക്ക് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലാകെ 2 ഫീഡ്ബാക്കേ വരുള്ളൂ, പോസിറ്റീവും നെഗറ്റീവും. ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു ഭാഗമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് ആൻഡ് ടൈപ്സ് പറയുന്ന സമയത്ത് നെഗറ്റീവ് ഫീഡ്ബാക്കിനെ കുറിച്ചൊക്കെ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓസിലേറ്റർ ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതുപോലെ ഇതിൻ്റെ കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഓസിലേഷൻസിൻ്റെ കണ്ടീഷൻസ്, ബാർക്കേഴ്സും ക്രൈറ്റീരിയ ഒന്നും ഇതിൽ ജസ്റ്റ് ഒരു പറയുന്നില്ല. പക്ഷേ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ സംഭവം എന്ന് പറയുന്നത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഈ ഒരു ടെർമിനോളജീസ് മാത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോരാ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞത് അതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം പോവാണ്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു പടി കൂടെ ഒന്ന് മുന്നിലേക്ക് പോകുക. അത് പറഞ്ഞാൽ ഒരുപാട് ഡെപ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പഠിക്കാനുള്ള സമയം കിട്ടില്ല. പഠിക്കുന്ന കാര്യങ്ങൾ ഒരു നല്ല നോളേജുള്ള രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക. അതായത് തിരിച്ചും മറിച്ചും ചോദിച്ചാലോ ഉത്തരം കിട്ടണം. ചിലപ്പോൾ നമുക്ക് അറിയുന്നൊരു ചോദ്യമായിരിക്കും, ഓപ്ഷൻ കാണുന്ന സമയത്ത് തലയിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് പറഞ്ഞാൽ ഓവർ ഡെപ്തിലും പോകരുത് കേട്ടോ. അത് ഓവർ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ലെക്ചർ അങ്ങനെയുള്ള വലിയ വലിയ എക്സാമുകൾക്കൊക്കെ ആകുമ്പോൾ വേണം. അതെത്ര ഡെപ്തിൽ പോകണം അത്രയും നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ളതിന് അങ്ങനെ പോകേണ്ട കാര്യമില്ല. കാരണം ബാക്കിയുള്ള ടോപ്പിക്കുകൾ അതുപോലെ നമുക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഡെപ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ശരിയാവില്ലല്ലോ. ഇപ്പോൾ ചില ടോപ്പിക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇത് കുറച്ചൊന്ന് ഇൻ ഡെപ്തിൽ പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യം മനസ്സിലാവില്ല എന്നുള്ളത് നമുക്ക് തന്നെ കാണുമ്പോൾ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ വെച്ചാൽ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ആ ഒരു നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിലും എന്തുകൊണ്ടാണ് കുറഞ്ഞിരിക്കുന്ന ഗെയിന്, ഒരു മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ മാത്രമാണ് അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അവിടെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളൂ. ഞാൻ ആക്ച്വലി തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഹാൾ ടിക്കറ്റ് വന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് ചെയ്തത്. അപ്പോഴാണ് ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് കയ്യോടെ ഈ വീഡിയോ കൂടെ ഇട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നാളേക്കുള്ള ടോപ്പിക്കുകൾ നന്നായിട്ട് നോക്കുക. ഇതിന് മോക്ക് ടെസ്റ്റ് എത്രയും വേഗം അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുള്ളെങ്കിൽ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനലിലുള്ള ബാക്കിയുള്ള പ്ലേലിസ്റ്റുകൾ കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഏതെങ്കിലും പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.